ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ 2വിൻ്റെ 11 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. ഇവിടെ സിനിമയുടെ 11 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ വരുമ്പോൾ 1409 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഹിന്ദിയിൽ നിന്ന് മാത്രമേ 561.5 കോടിയോളമാണ്, അതായത് റെക്കോർഡാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ പറയാം ഹിന്ദി മേഖലയിൽ 100 കോടി കടക്കുന്നത്. അതായത് ശനിയാഴ്ച സിനിമ 40 കോടിക്ക് മുകളിലായിരുന്നുവെങ്കിൽ ഞായറാഴ്ച 50 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് വന്നത്. ശനിയാഴ്ച വന്നത് 46 കോടിയും ഞായറാഴ്ച വന്നത് 54 കോടി. 2 ദിവസം കൊണ്ട് 100 കോടിയാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം സിനിമ നേടിയത്. ഇനിയും കുറേ റെക്കോർഡുകൾ തകർത്ത കാര്യമാണ്. അതിനകത്തിൽ പറയാനുള്ളത് തീർത്തടാ തീർത്തു എന്നുള്ളത് തന്നെയാണ്. ആരെയൊക്കെയാണ് തീർത്തത് എന്ന് പറഞ്ഞാൽ KGF ചാപ്റ്റർ 2വിനെയും അതേപോലെ RRR എന്ന മൂവിയെയുമാണ്. അതിൻ്റെ കളക്ഷൻ ഇതുവരെ ഉണ്ടായിരുന്ന വേൾഡ് വൈഡ് കളക്ഷൻ കടന്നിരിക്കുകയാണ് പുഷ്പ 2. കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയ ഒരു ഇടിവ് സിനിമയ്ക്ക് സംഭവിച്ചിരുന്നു. അതായത് ഇടിവ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സിനിമകളുടെ വലിയ കളക്ഷൻ്റെ രീതിയിലാണ് ആ ഇടിവിൽ ഈ സിനിമ പോയിരുന്നത്. അതായത് ഡെയിലി 60-70 കോടിക്ക് മുകളിലാണ്. അന്നേരം പലരും വിധി എഴുതി ഈ സിനിമ 1500 കോടി കടക്കില്ല എന്നുള്ളത്, മാക്സിമം 1500 കോടി ആയിരിക്കുമെന്നുള്ളത്. തീർച്ചയായും ഈ ആഴ്ച 1500 കോടി കടക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചുവെങ്കിലും 1409 കോടിയിലേക്ക് എത്തിയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് എടുത്തു പറയുന്നത്. വരുന്ന ആഴ്ചയോടുകൂടി ഈ സിനിമ 2000 കോടിയിലേക്ക് എത്തും, അല്ലെങ്കിൽ 1750 കോടി കടക്കും, അല്ലെങ്കിൽ ബാഹുബലിയുടെ റെക്കോർഡും തകർക്കുമെന്നുള്ളതാണ്. ഇനി തീർത്ത കഥകളിലേക്ക് നമുക്ക് വരാം. ആദ്യം സിനിമ തീർത്തത് കൽക്കിയുടെ റെക്കോർഡായിരുന്നു. 1042 കോടിയായിരുന്നു കൽക്കിയുടെ കളക്ഷനെങ്കിൽ പിന്നീട് പത്താൻ്റെയും ജവാൻ്റെയും കളക്ഷനാണ് തീർത്തത്. 1050 കോടിയും 1148 കോടിയുമാണ്. ഇപ്പോൾ തീർത്തിരിക്കുന്നത് KGF ചാപ്റ്റർ 2 ആണ്. 1250 കോടിയാണ് KGF ചാപ്റ്റർ 2വിൻ്റെ കളക്ഷനായിട്ടുണ്ടായിരുന്നത്, ഫൈനൽ കളക്ഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ പുഷ്പ 2 അതും കവർ ചെയ്തിരിക്കുകയാണ്. ഇനിയും RRR ആയിരുന്നു തൊട്ടു മുന്നിൽ നിന്ന്, 1387 കോടിയായിരുന്നു. അതും കടന്ന് സിനിമ 3ാം പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് RRRൻ്റെ കളക്ഷനെയും പിന്തള്ളി 1489 കോടിയിലേക്കാണ് സിനിമ എത്തിയിരിക്കുന്നത്. ഇനിയുള്ളത് ബാഹുബലിയും ദങ്കലുമാണ്. ബാഹുബലിയെ തകർക്കണമെങ്കിൽ 1810 കോടി കടക്കണം. ദങ്കലിനെ തകർക്കണമെങ്കിൽ 2024 കോടിയും കടക്കണം. ഇവിടെ ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത ഇതെല്ലാം ജപ്പാനിലൊക്കെ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇത്രത്തോളം കളക്ഷൻ വന്നത്. ഇവിടെ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ ഇവിടെ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വെറും 11 ദിവസം കൊണ്ട് സിനിമ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. വരുന്ന ആഴ്ചയോടുകൂടി ബാഹുബലിയുടെ കളക്ഷൻ തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 1000 കോടി നേടുന്ന ആദ്യ സിനിമയും ഈ ഒരു സിനിമ തന്നെയായിരിക്കും. എന്താണെങ്കിലും തീർത്തത് ഒരു ഒന്നൊന്നര തീർപ്പായിട്ട് തന്നെയാണ്. അതായത് വേൾഡ് സൂപ്പർ താരം എന്നുള്ള പദവിയിലേക്ക് അല്ലു അർജുൻ ഉയരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമായി മാറുന്നു ഈ ഒരൊറ്റ സിനിമ കൊണ്ട് അല്ലു അർജുൻ. അത്രത്തോളം ഫാൻ ബേസും അത്രത്തോളം ആളുകളാണ് ഈ സിനിമ കാണാൻ വേണ്ടി. പുഷ്പ 1 എന്നുള്ളതിൻ്റെ സ്വീക്കിലാണ് ഈ ഒരു സിനിമ വന്നത്. അപ്പോൾ തന്നെ എത്രത്തോളം ഡിമാൻഡാണ് എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും ഫഹദ് ഫാസിലും രശ്മികയും ഒക്കെ നിറഞ്ഞാടിയ ഈ ഒരു സിനിമ ഇന്നും തീ കളക്ഷനായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ശനി ഞായറിലൂടെ തന്നെ സിനിമ വലിയ കളക്ഷൻ നേടിയെടുക്കുകയും KGFനെയും RRRനെയും തീർക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി കാത്തിരിക്കാം പുതിയ പുതിയ റെക്കോർഡുകൾ സിനിമയിടുന്നത്, പുതിയ കളക്ഷൻ തരംഗം സിനിമ സൃഷ്ടിക്കുന്നത്. ആരൊക്കെയാണ് കൂടെയുള്ളത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. തീർച്ചയായും ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാം. ഗ്രേറ്റ് മീഡിയാസ്.